ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വിക്രം വേദനെ വിളിക്കുകയാണ്. വേദ, താൻ ഇവിടെ ഒന്ന് ഇരിക്കുമോ എന്ന് ചോദിക്കുകയാണേ. അപ്പോൾ ഇതെന്താ പതിവില്ലാത്തൊരു സംസാരം? വേദ, താൻ എന്തായാലും വളരെ നല്ല കുട്ടിയാണ്. എന്തായാലും അച്ഛൻ എന്നെ ഒരു കള്ളനാണെന്ന് പറഞ്ഞപ്പോഴും താൻ അതൊന്നും വിശ്വസിച്ചില്ലല്ലോ എന്ന് ചോദിക്കുകയാണേ. അതിന് ശേഷം പറയുകയാണ്, ഇനി മുതൽ നമ്മൾ നല്ല ഫ്രണ്ട്സായിരിക്കും, നല്ല ഫ്രണ്ട്സ് എന്ന് പറഞ്ഞിട്ട് വിക്രം ഇങ്ങനെ ഷെയ്ക്കൻഡിന് വേണ്ടിയിട്ട് കൈ ഇങ്ങനെ നീട്ടാണ്. അപ്പോൾ വേദയും കൈ നീട്ടാണ്. അങ്ങനെ രണ്ടുപേരും ഷെയ്ക്കറ്റ് കൊടുക്കുന്നുണ്ടെങ്കിലും പെട്ടെന്ന് തന്നെ വിക്രം കൈ വലിക്കാനിട്ട് എന്താ എന്ന് ചോദിക്കുകയാണ് വേദ. അത് പിന്നെ തനിക്ക് ഷെയ്ക്കറ്റ് വന്നപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ ഓർത്തു, വിക്രം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വേദ വിളിക്കുകയാണ് കേട്ടോ. എനിക്ക് മുമ്പൊരു കൂട്ടുകാരി ഉണ്ടായിരുന്നു, രേഷ്മ ശശി. അവൾ എനിക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു. ഒരിക്കലും എൻ്റെ പിറന്നാളിന് ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് കടയിൽ കയറിയിട്ട് തിരിച്ചിറങ്ങുന്ന വഴി ഒരു ലോറി വന്ന് ഇടിച്ചു. അവൾ പോയി എന്ന് പറയാണ്. അപ്പോൾ പെട്ടെന്ന് അയ്യോ എന്ന് പറയുകയാണേ. അത് കഴിഞ്ഞ് 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴും എനിക്കൊരു പ്രണയം ഉണ്ടായിരുന്നു. അപ്പോൾ അവളും ഇതേപോലെ തന്നെ ഒരു ദിവസം ഒരു വണ്ടി കയറി ഇല്ലാതായി എന്ന് പറയും കേട്ടോ. അപ്പോൾ വേദയ്ക്ക് മനസ്സിലാവും കേട്ടോ അത് ഒക്കെ നോണയാണോ. അയ്യോ, രണ്ടാമതോ എന്നൊക്കെ വേദ ചോദിക്കുകയാണ്. പിന്നെ വിക്രം പറയും, +2 ഒരു കുട്ടി ഉണ്ടായിരുന്നു, ആര്യ സുരേഷ്. അവളും ഇതേപോലെ ഒരു അപകടത്തിൽ മരിച്ചു. അതും ലോറി കയറിയതാണോ? അല്ല, ലോറി കയറിയതല്ല, അതൊരു ട്രെയിൻ ദുരന്തമായിരുന്നു എന്ന് പറയട്ടാണ്. പെരുമൽ ദുരന്തോ? അത് നമ്മളൊക്കെ ജനിക്കുന്നതിന് മുമ്പല്ലേ എന്ന് ചോദിക്കുകയാണ്. സോറി, അതല്ല, ഏതോ ഒരു ട്രെയിൻ ദുരന്തം എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ വേദയ്ക്ക് കാര്യം മനസ്സിലായിട്ടാ. എന്നിട്ട് വിക്രം പറയാണ്, താനൊരു നല്ല കുട്ടിയാണ്, അതുകൊണ്ട് എന്നെ സ്നേഹിക്കുന്നവരൊക്കെ എൻ്റെ വിട്ടു പോകാനാണ് വിധി, അതുകൊണ്ട് താനും വീട്ടിലേക്ക് പോയിക്കോ എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ വേദ ഇങ്ങനെ ആലോചിച്ച് നിന്നിട്ട് പറയും, ശരിയാണ്, ഞാൻ വീട്ടിലേക്ക് പോകാമെന്നൊക്കെ ആലോചിക്കുന്നുണ്ട് എന്ന് പറയട്ടോ. അപ്പോൾ വിക്രം, ആണോ, എങ്കിൽ ഞാൻ കൊണ്ടുവന്നാക്കി തരാം, എപ്പോൾ വേണമെന്ന് പറഞ്ഞാൽ മതി. പക്ഷേ ഞാൻ ഉറക്കത്തിൽ ഇവിടെ കുറച്ച് ശബ്ദങ്ങളൊക്കെ കേൾക്കാറുണ്ട്. ശബ്ദങ്ങളോ? എന്ത് ശബ്ദങ്ങൾ? കുറച്ച് സ്കൂൾ കുട്ടികളുടെ ശബ്ദങ്ങൾ. എന്നിട്ട് എന്നോട് പറയും, വിക്രത്തിന് വിട്ടു പോകരുത്, വിക്രത്തിന് കൂടെ തന്നെ നിൽക്കണം എന്നൊക്കെ പറയാറുണ്ട്. അന്ന് എനിക്ക് കാര്യങ്ങൾ മനസ്സിലായില്ല എന്ന് പറയാൻ. പക്ഷേ ഇന്നാണ് എനിക്ക് മനസ്സിലായത്, വിക്രത്തിന് വിട്ടു പോയ തൻ്റെ കൂട്ടുകാരികളാണ് എന്നോട് പറയുന്നത് വിക്രത്തിന് വിട്ടു പോകരുതെന്ന് പറയട്ടോ. അപ്പോൾ വിക്രം പറയും, അതൊക്കെ തൻ്റെ തോന്നലാണ്. തോന്നലൊക്കെ തന്നെയായിരിക്കും, പക്ഷേ ഇപ്പം അതെനിക്ക് മനസ്സിലായി യഥാർത്ഥമാണെന്ന്. എന്തായാലും ഞാൻ വിക്രത്തിന് വിട്ടു പോകാൻ അവർ സമ്മതിക്കില്ല. മനുഷ്യന്മാർ വാക്കുകൾ നമ്മൾ കേട്ടില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ മരിച്ചവരുടെ വാക്കുകൾ അത് നമ്മൾ കേൾക്കുക തന്നെ വേണം വിക്രം എന്ന് പറയും കേട്ടോ. അപ്പോൾ വിക്രത്തിനാണെങ്കിൽ ദേഷ്യം വരാൻ കേട്ടോ. എന്തെങ്കിലും പറഞ്ഞ് വേദന എങ്ങനെയെങ്കിലും ഒഴിവാക്കാമെന്ന് വിചാരിക്കുമ്പോൾ വേദയാണെന്നുണ്ടെങ്കിൽ അതിനപ്പുറത്തേക്ക് ചാടിക്കിടക്കണം. എന്നിട്ട് വേദ, ശരി എന്നാൽ ഞാൻ പോട്ടെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോകും കേട്ടോ. അപ്പോഴേക്കും പെട്ടെന്ന് ഒരു കുപ്പി എടുത്തിട്ട് ഇങ്ങനെ എറിയാനായിട്ട് കൈ പോക്കുന്നുണ്ട്. വേദ തിരിഞ്ഞു നോക്കുമ്പോഴേക്കും വേഗം തന്നെ ആ കുപ്പി അവിടെ വെച്ചിട്ട് ശരി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വേഗം തന്നെ അവിടെ നിന്ന് പോകും. പിന്നീട് ശ്രീജേടത്തിലെത്തുമ്പോൾ എന്താണ് വേദന മുഖത്ത് നല്ല ചിരിയൊക്കെ ഉണ്ടല്ലോ, വിക്രത്തിൻ്റെ ഭാഗത്തുനിന്ന് നല്ല എന്തെങ്കിലും കേട്ടോ, വിക്രത്തിൻ്റെ ഭാഗത്തിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ സ്വഭാവത്തിലൊക്കെ എന്നൊക്കെ ചോദിക്കുകയാണേ. അപ്പോൾ എവിടെ, വിക്രത്തിന് ഒരു മാറ്റമില്ല എന്നൊക്കെ പറയട്ടോ. അത് വേദയ്ക്ക് തോന്നുന്നതാ. എനിക്ക് തോന്നുന്നു വിക്രത്തിന് വേദയോടുള്ള സമീപനത്തിൽ ചെറിയ മാറ്റങ്ങളുണ്ട്. അതുകൊണ്ടല്ലേ വിക്രം ആ ഒരു വള അധികാരത്തോടു കൂടി എടുത്തിട്ട് പോയത്. അത് അധികാരത്തോടു കൂടിയിട്ടൊന്നുമല്ല എടുത്തത് എടുത്തി, അത് അപ്പോഴത്തെ ആവശ്യത്തിന് കൺമുന്നിൽ അത് കണ്ടപ്പോൾ എടുത്തു. എന്തായാലും ഒരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ എന്ന് ശ്രീജിയെടുത്ത് ചോദിക്കാൻ. അതാണ് ആകെ ഉള്ള ഒരു ആശ്വാസം എന്ന് പറയാണ്. പക്ഷേ വിക്രത്തിനെ മാറ്റിയെടുക്കാനായിട്ട് വേദയ്ക്ക് കഴിയും, എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ് എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ വേദയാണെന്നുണ്ടെങ്കിൽ ചോദിക്കുന്നുണ്ട്, ഇത്രയും നല്ല സ്വഭാവമുള്ള ഒരാളായിരുന്നു വിക്രം എന്ന് ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടല്ലോ, എന്നിട്ട് എന്ത് പറ്റി വിക്രത്തിൻ്റെ ജീവിതത്തിൽ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ശ്രീജ ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കണം. അത് പിന്നെ എന്ന് പറയുമ്പോൾ അപ്പോഴേക്കും കമലാമ്മ അവിടേക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ വേദ പറയും, ഞാൻ വിക്രത്തിൻ്റെ ഭാര്യയല്ലേ എടുത്തി, എനിക്ക് വിക്രത്തിനെ മാറ്റിയെടുക്കണം എന്നുണ്ടെങ്കിൽ വിക്രത്തിൻ്റെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് ഞാൻ അറിയണ്ടേ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോഴും കമലാമ്മ അങ്ങനെ ശ്രദ്ധിച്ച് നിൽക്കുകയാണ്. ഒരിക്കലും ഞാൻ ശ്രീജേടത്തിയോട് ചോദിച്ചതാണ്, അന്ന് അമ്മ വന്നത് തടഞ്ഞു. അമ്മ വന്നതുകൊണ്ട് ശ്രീജേടത്തിക്ക് അത് പറയാൻ പറ്റിയില്ല. അമ്മയോട് ചോദിച്ചാലോ എന്ന് ഞാൻ ആലോചിച്ചതാണ്, പക്ഷെ അമ്മ എന്നോട് തുറന്നു പറഞ്ഞില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ശ്രീജേടത്തിയോട് ചോദിക്കുന്നത്. അപ്പോഴേക്കും അമ്മ വിളിക്കാൻ കേട്ടോ, ശ്രീജയെ എന്ന് പറയുമ്പോഴേക്കും അയ്യോ ദേ അമ്മ വിളിക്കുന്നു, ഞാൻ പോട്ടെ എന്ന് പറയും കേട്ടോ. വേദ പറയും, വിക്രത്തിനെ ചുറ്റിപ്പറ്റി എന്തൊക്കെ രഹസ്യങ്ങളുണ്ട്, അത് ഉടനെ തന്നെ കണ്ടെത്തണം എന്നിങ്ങനെ മനസ്സിൽ ആലോചിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് രാധയെ പെണ്ണാണാനായിട്ട് കുറച്ച് ആൾക്കാർ വന്നിട്ടുണ്ട്. അച്ഛനും അമ്മയും മോനും കൂടെ വന്നിരിക്കുകയാണ്. അപ്പോൾ രാധനെ അമ്മ വിളിച്ച് വരുത്തിട്ടോ. ചെക്കനെ കണ്ടപ്പോൾ തന്നെ രാധയ്ക്ക് മനസ്സിലാവുന്നൊരു പൊട്ട് പിടിച്ച ചെക്കനാണെന്ന്. അപ്പോൾ ഇതൊക്കെ ആരാ ചോദിക്കുകയാണ്. അതൊക്കെ ഉണ്ട് മോളെ, മോള് വേഗം ചെന്ന് റെഡി ആയിട്ട് വായോ
മോള് ഓട്ടോ ഓടിക്കുകയാണോ? അല്ല, കാറും ഓടിക്കും. ഇപ്പം തൽക്കാലം ഓട്ടോ ഓടിക്കുന്നത്. പെണ്ണുങ്ങൾ സ്വന്തം കാര്യം നിൽക്കുന്നത് നല്ല കാര്യം തന്നെയാണ്. കല്യാണം കഴിഞ്ഞതൊന്നും പറ്റൂലല്ലോ എന്നൊക്കെ പറയാം. എന്താ കല്യാണം കഴിഞ്ഞിട്ടുണ്ട് ഓട്ടോ സ്റ്റാർട്ടാവില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് രാധ അകത്തേക്ക് പോകും. അമ്മ ഒരു സാരി എടുത്ത് കൊടുത്തിട്ട് ഇത് എടുത്തിട്ട് വരാൻ പറയുകയാണേ. എന്നിട്ട് പറയുന്നുണ്ട്, അതൊക്കെ ആരാന്ന് പറഞ്ഞില്ലല്ലോ, അതൊക്കെ അവിടെ ചെല്ലുമ്പോൾ മനസ്സിലാവും നിനക്ക് എന്ന് പറയണ്ടോ. ഓഹോ, എനിക്ക് മനസ്സിലായി. എന്നിട്ട് പറയുന്നുണ്ട്, അതേ നല്ല കൂട്ടരാ, ഒരു പെൺകുട്ടീനെ ജർമ്മനിലേക്ക് കെട്ടിച്ചയച്ചെങ്കിൽ സായിപ്പാണോ കല്യാണം കഴിച്ചത്? അതല്ല, ആ ചെക്കൻ അവിടെയാണ് പണി. ഇനി കല്യാണം കഴിഞ്ഞാൽ നിന്നെയും കൊണ്ടുപോകും എന്നൊക്കെ പറയുകയാണേ. അന്നേരം രാധ പറയുന്നുണ്ട്, അതെ, അവർക്ക് വേണ്ട മറുപടി എന്താണെന്ന് ഞാൻ പറഞ്ഞോളാം, അതിന് ഈ വെച്ച് കെട്ടേണ്ട ഒന്നും ആവശ്യമില്ല, ഈ സാരി ഒന്നും എനിക്ക് വേണ്ടെന്ന് പറഞ്ഞിട്ട് രാധ അവരുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് ചെക്കൻ നോക്കിയിട്ട് പേര് ചോദിക്കുകയാണ് കേട്ടോ. ചെക്കൻ പേര് പറയും. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഇതുപോലെ എല്ലായിടത്തുനിന്നും പോയി കാപ്പി കുടിക്കാറുണ്ട്, എത്രയിടത്തുനിന്ന് കാപ്പി കുടിച്ചു എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ രാധയുടെ അച്ഛൻ പറയും, ഇവിടെ ഒരു തമാശക്കാരിയാണ് കേട്ടോ, ആ ആ മനസ്സിലാവുന്നുണ്ട്, നല്ല തമാശക്കാരി തന്നെയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. കല്യാണം കഴിഞ്ഞാൽ ഇതൊന്നും നടക്കൂലല്ലോ എന്ന് വീണ്ടും വീണ്ടും ആ ചെക്കൻ്റെ അമ്മ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്നിട്ട് രാധ ചോദിക്കുന്നുണ്ട്, അതേ, കാപ്പി കുടിച്ച് മതിയായെങ്കിലേ വേഗം തന്നെ പോകാൻ നോക്ക് എന്ന് പറയണം. ഇതിന്ന് കുറച്ച് ലഡുവും ജിലേബിയും എല്ലാം എടുത്ത് പൊതിഞ്ഞ് കെട്ടി വേഗം തന്നെ വിട്ടോ എന്ന് പറയാണ്. അപ്പോൾ ചെക്കൻ്റെ അമ്മയും അച്ഛൻ ഇങ്ങനെ നോക്കാണ്ട് എന്താ പറയുന്നതെന്ന് ആലോചിച്ചിട്ട്. അപ്പോൾ എന്താണിത്, എന്താ കുമാരേട്ടാ, ഞങ്ങൾ അപമാനിക്കുകയാണോ? അതെ, നിങ്ങൾ അപമാനിച്ചത് ഞാനല്ല, എൻ്റെ അച്ഛനും അമ്മയാണ്. എനിക്ക് വേറൊരു ചെക്കനായിട്ട് ഇഷ്ടമാണ്, ആ ചെക്കനെ മാത്രം ഞാൻ വിവാഹം കഴിക്കുള്ളൂ, നിങ്ങളെ ചതിച്ചത് എൻ്റെ അച്ഛനും അമ്മയാണ്, അല്ലാതെ ഞാനല്ല എന്ന് പറഞ്ഞിട്ട് രാധ അവിടെ നിന്ന് പോകും. അപ്പോൾ അമ്മയാണെന്നുണ്ടെങ്കിൽ അതേ വഴക്ക് പറയുകയാണ്, നീ എന്ത് തീരുമാനിച്ചാണ് നടക്കുന്നത് എന്നൊക്കെ ചോദിക്കുകയാണേ. നീ ഒരു കാലത്തും ഗതി പഠിക്കില്ല എന്നൊക്കെ പറയുമ്പോൾ രാധ പറയും, രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും നിങ്ങൾക്കുള്ള ചിലവിന് ഞാൻ തരുന്നില്ലേ, പിന്നെ എന്തിനാണ് നിങ്ങളിപ്പോൾ എന്നെ ഇങ്ങനെ പറഞ്ഞയക്കാൻ നോക്കുന്നത് എന്നൊക്കെ ചോദിക്കുകയാണേ. എടി, നിൻ്റെ മനസ്സിലുള്ള കാര്യം എനിക്കറിയാം, ആ മാഷിൻ്റെ ചെക്കനെ ആലോചിച്ചാണ് നീ ഇരിക്കുന്നതെന്നറിയാം, അവനും ജീവിതം തുടങ്ങി, പിന്നെ നീ എന്തിനാണ് അവന് വേണ്ടി വെറുതെ കാത്തിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ്. അവളെ സ്വീകരിച്ചിട്ടില്ലല്ലോ, പിന്നെ എന്താണെന്ന് ചോദിക്കുകയാണേ. അവളെ നാട്ടുകാർ മുഴുവനും നോക്കി നിൽക്കല്ലേടെ എടി, അവൻ കല്യാണം കഴിച്ചത് ആ നാട്ടുകാർ മുഴുവൻ സ്വീകരിക്കുമായിരിക്കും, പക്ഷെ ഞാൻ സ്വീകരിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് രാധ ഒരു ലഡ്ഡൊക്കെ എടുത്ത് കഴിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് വേദര മുത്തശ്ശിയും അമ്മയും കൂടിയിട്ട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ്. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, എന്തായാലും കല്യാണം കഴിഞ്ഞ പ്രകാരമുള്ള ചടങ്ങുകളൊക്കെ നടത്തണം, അതായത് വീട്ടുപകരണങ്ങളും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുപോകണം. എങ്ങനെ കഴിഞ്ഞതാ നമ്മുടെ മോളിവിടെ, എന്തൊക്കെ സൗകര്യത്തിൽ കഴിഞ്ഞതാ, അതൊന്നും അവിടെ ചെന്നിട്ട് അവൾക്ക് അതൊരു കുറവ് ഉണ്ടാവരുത്, അതുകൊണ്ട് ആ ചടങ്ങ് വേഗം നടത്തണം. ശങ്കരേട്ടൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര പ്രശ്നമാവില്ല അമ്മേ. ശങ്കരൻ അറിഞ്ഞിട്ടുണ്ടെങ്കിലേ പറഞ്ഞ് മനസ്സിലാക്കാം, പക്ഷേ അതിനുള്ള കാശൊക്കെ എവിടെ നിന്ന് എടുക്കും? അല്ലെങ്കിൽ തന്നെ നമ്മളിതൊക്കെ കൊണ്ടുകൊടുത്ത് അവർ സ്വീകരിക്കും. അവിടുത്തെ അമ്മ നമ്മുടെ മോളെ സ്വീകരിച്ചില്ല, അതുപോലെ സ്വീകരിക്കും. മാത്രമല്ല വയറുകാണ ചടങ്ങിനും വർഷനെ കൂട്ടിക്കൊണ്ടുപോകുന്ന ചടങ്ങിനൊക്കെ അവർ ക്ഷണിക്കുകയും വേണം, അവർ വരികയും ചെയ്യും എന്നൊക്കെ പറയുകയാണെ. അപ്പോൾ ഇതിനുള്ള പൈസയ്ക്ക് എന്ത് ചെയ്യും? ഞാൻ പൈസ എടുത്തിട്ടുണ്ടെങ്കിൽ ശങ്കരേട്ടൻ അറിയും, ആ സാരില്ല, അതൊക്കെ ഞാൻ നോക്കിക്കോളാം, സാധനങ്ങളുടെ ലിസ്റ്റ് ഇടുന്ന് മുത്തശ്ശി പറയുന്നുണ്ട് അമ്മയോട്. പിന്നീട് കാണിക്കുന്നത് ശ്രീനിവാസൻ സാറ് വിക്രത്തിന് ചായ ഇട്ടുകൊണ്ട് കൊടുക്കാനിട്ട്, ഇവിടെ ആരുമില്ല, അതുകൊണ്ടാണ് ഞാൻ നിനക്ക് ചായ ഇട്ടിരുന്നത്, ഞാൻ വേണ്ടാന്ന് പറഞ്ഞതല്ലേ സാറേ, അത് സാരില്ല, എനിക്കും വേണമല്ലോ എന്ന് പറഞ്ഞിട്ട് കാപ്പി കൊണ്ട് കൊടുക്കാൻ കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, രാധ നിന്നെ വിട്ടു പോകാൻ പ്ലാൻ ഇല്ലല്ലോ വിക്രം. കുമാരേട്ടൻ അവൾക്കൊരു ആലോചന കൊണ്ടുവന്നിരുന്നു, പക്ഷെ അവരെ അപമാനിച്ച് വിട്ടു എന്നാണ് പറയുന്നത് എന്ന് പറയുകയാണേ. എന്തായാലും അവൾ നിന്നെ വിട്ടു പോകാൻ തീരുമാനിച്ചിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നത്, പക്ഷേ എനിക്ക് അവളോട് അങ്ങനെ ഒരു ഇഷ്ടമോ പ്രണയമോ ഒന്നുമില്ല. പലപ്പോഴായിട്ട് ഞാൻ അവളോട് അത് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. എൻ്റെ ഭാഗത്തുനിന്ന് എനിക്ക് അവളോട് അങ്ങനെ ഒരു ഫീലിങ്സും ഇല്ല എന്നൊക്കെ പറയാൻ കേട്ടോ. പക്ഷേ നിനക്ക് കാര്യങ്ങളെക്കുറിച്ച് അറിയാത്തതുകൊണ്ടാണ്, അവളുടെ മനസ്സിൽ നീ ഇല്ലാതെയാണോ, അല്ലെങ്കിൽ നിൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു നീക്കം ഇല്ലാതെയാണോ അവൾ ഓട്ടോയിൽ വിക്രം എന്ന് പേര് എഴുതിയത്, അതൊക്കെ ഒരു തമാശയായിട്ട് ഞാൻ കണ്ടിട്ടുള്ളൂ സാറേ. പക്ഷേ നീ ഒരു കാര്യം മനസ്സിലാക്കണം, ആണുങ്ങളുടെയും പെണ്ണുങ്ങളുടെ പ്രണയം വ്യത്യസ്തമാണ്. ആണുങ്ങൾ ലോകത്തോട് വിളിച്ചു പറയും പ്രണയമാണെന്ന്, പെൺകുട്ടികൾ പക്ഷേ പെൺകുട്ടികൾ ആകെ രഹസ്യമാക്കി വെച്ച് തൻ്റെ മനസ്സിനോട് മാത്രമേ ആ ഒരു പ്രണയം തുറന്നു പറയുള്ളൂ. അങ്ങനെ രാധയ്ക്ക് നിന്നോട് തീർത്താൽ തീരാത്ത അങ്ങനെ ഒരു പ്രണയം ഉണ്ടെന്നുണ്ടെങ്കിൽ, ഒരിക്കലും മായാത്തൊരു പ്രണയം ഉണ്ടെങ്കിൽ ഒരിക്കലും രാധ നിന്നെ വിട്ടു പോകാൻ ചാൻസ് ഇല്ല എന്നൊക്കെ ശ്രീനിവാസൻ സാറ് പറയുമ്പോൾ, ഇനിയിപ്പോൾ എന്ത് ചെയ്യുന്നത് എനിക്കറിയില്ല എന്നുള്ള രീതിയിൽ വിക്രം പറയുകയാണേ. അതിന് ഒരു മാർഗ്ഗമുണ്ട് എന്ന് പറയും. അപ്പോൾ അതെന്താണെന്ന് ചോദിക്കുമ്പോൾ, നീയും വേദയും തമ്മിൽ ഒരുമിച്ചൊരു ജീവിതം തുടങ്ങണം, ശരിക്കും ഭാര്യാഭർത്താക്കന്മാരായി നിങ്ങൾ ജീവിച്ചാൽ മാത്രമേ രാധയ്ക്ക് മറ്റൊരു വിവാഹം ഉണ്ടാവുള്ളൂ എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ വിക്രം എന്നുണ്ടെങ്കിൽ അങ്ങനെ ഒന്നും മിണ്ടാതെ ശ്രീനിവാസൻ സാറിൻ്റെ മുഖത്ത് നോക്കി നിൽക്കുന്നത് കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.